Trigonometry identity related. That's what you can write the heading. Trigonometry identity related. Trigonometry ഒരുപാട് identities ഉണ്ട്. How we can remember the identities? That and all I am going to discuss. Just be ready for that. ശ്രദ്ധിക്കുക, ഐഡന്റിറ്റി എല്ലാവരും പഠിക്കണം. ചെറിയ ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഐഡന്റിറ്റി പഠിക്കണ്ടേ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ട്രിഗണോമെട്രിയിലുള്ള ഐഡന്റിറ്റി എന്ന് പറയും. ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട്, കുറച്ചൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഐഡന്റിറ്റി ഓർക്കുക, ടാൻ എക്സ്. എല്ലാവർക്കും സൈൻ കോസ് ടാൻ എന്താന്ന് അറിയാന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യലി പറയണം. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണ്. സൈന്റെ റെസിപ്രോക്കലിനെയാണ് എന്ത് പറയുന്നത്, കൊസീക്ക് എന്ന് പറയുന്നത്. അതേപോലെ സൈന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന കൊസീക്ക് ആണ്. അതേപോലെ കൊസീക്കിന്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ചു പറയും. ദാറ്റ്സ് വാട്ട് വി ആർ കോളിംഗ് സൈൻ എക്സ്. ഓക്കെ, അവിടുന്ന് ദിസ് വെൻ യു ആർ മൾട്ടിപ്ലൈ cosec x into sin x equal to 1 എന്ന് വരും. The cosec reciprocal is what sin. Sin reciprocal is what cosec. So cosec into sin is what 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിറ്റി നിങ്ങൾ വിചാരിക്കുക തുടക്കത്തിൽ പറഞ്ഞ അല്ല, ആ സ്ക്വയർ ഉള്ളത് മാത്രം അല്ല, ഇങ്ങനെയും ഐഡന്റിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. cosec x into sin x is what 1. Like that, the remaining identity you people can write sec x means അത് cos x ന്റെ റെസിപ്രോക്കൽ ആണ്. അതേപോലെ cos x എന്ന് പറയുന്നത് sec x ന്റെ റെസിപ്രോക്കൽ ആണ്. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ sec x into cos x എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് രണ്ടാമത്തെ ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. sec x into cos x equal to 1 ആണ്. ഇനി ഇതിൽ മൂന്നാമത്തെ ഐഡന്റിറ്റി tan x ആണ്. tan x is 1/cot x ആണ്. So cot x will be 1/tan x ആണ്. When you are doing the cross, cot x into tan x is what 1 ആണ്. ഇതാണ് മൂന്നാമത്തെ സംഭവം. ഒരു പ്രോബ്ലം എന്നാൽ 90% എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ പ്ലീസ് റൈറ്റ് ഇറ്റ്. After this, I hope this much everybody knows. After this, one of the most important identity, അല്ല ഒരു കാര്യം കൂടി ഇവിടെ എഴുതണം. tan x എന്ന് പറയുന്നത് sin x by cos x ആണ്, അറിയുമെന്ന് വിചാരിക്കുന്നു. cot x എന്ന് പറയുന്നത് cos x by sin x ആണ്. ഇങ്ങനെയും നമുക്ക് റിലേഷൻസ് ഉണ്ട്. എഴുതി വെച്ചോളൂ. അടുത്തത് ഇതൊക്കെ ഓർക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ലൈക്ക് ട്രിഗണോമെട്രി ടേബിൾ, ഹൗ ടു റിമെമ്പർ ഐ ടോൾഡ് യു ലൈക്ക് ദാറ്റ് ഓൺലി. അടുത്ത ഐഡന്റിറ്റി cos square x plus sin square x equal to what 1. അറിയുമെന്ന് വിചാരിക്കുന്നു. പ്രൂഫ് ചോദിക്കില്ല. cos square x plus sin square x equal to 1. നെക്സ്റ്റ് ഐഡന്റിറ്റി sec square x minus tan square x equal to 1. ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്താൽ sec square x 1 plus tan square x അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. cosec square x minus cot square x equal to 1. ഇത് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി, മറക്കരുത്. ഇത്രയാണ് ട്രിഗണോമെട്രി ഐഡന്റിറ്റീസ് വരുന്നത്. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് ഞാൻ പിന്നീട് പറയും. So I hope this much is clear for you. ഇത് ക്ലിയർ ആവുന്നല്ല, നിങ്ങൾക്ക് അറിയണം, കാരണം this is the most important identities ആണ്. ഇനി ഇതൊക്കെ എങ്ങനെ ഞാൻ ഓർത്തു വെക്കാം, അതിന് ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ അത് എഴുതി പഠിക്കണം. ഓക്കെ, അത് എഴുതി പഠിക്കുക. എഴുതി പഠിക്കാനുള്ള മെത്തേഡ് അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു ഡയഗ്രാം വരക്കാണ്. ഐ എം കോളിംഗ് ദാറ്റ് വൺ സൂപ്പർ എക്സഗൺ അല്ലെങ്കിൽ മാജിക് എക്സഗൺ, എന്ത് നിങ്ങൾക്ക് വിളിക്കാം. ഒരു എക്സഗൺ ആണ് വരക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ.
പലരും ഫെമിലിയർ ആയിട്ടുണ്ടാവും. ഇത് എല്ലാ വർഷവും ഞാൻ പറയുന്ന ഒരു സംഭവമാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ്, ഇത് മാത്രം ഓർത്തു വെക്കുക. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, അത് ഓർത്തു വെക്കുക. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഇനി അത് പ്ലേസ് ചെയ്യാൻ പോകണം. പ്ലേസിംഗ് ആണ് ഓർക്കേണ്ടത്. പ്ലേസിംഗ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പ്രശ്നവും. ദിസ് ഇസ് വാട്ട് ഹിയർ ഐ പ്ലേസ്ഡ് ടാൻ എക്സ്, ഇവിടെ സൈൻ എക്സ്, ഇവിടെ കോസ് എക്സ്. Here placing everyone should remember. Don't forget about this placing. It is a super hexagon, what we are calling. Super hexagon. Here placing tan x equal to sin x by cos x. അത് മാത്രം ഓർത്തു വെക്കുക. Here placing correct ആയിരിക്കണം, ഇല്ലെങ്കിൽ പണി പാടും. Opposite to tan x, you people have right cot x. അപ്പൊ ഒന്നുകൂടി പറയാം. tan x എന്ന് പറയുന്നത് sin x by cos x ആണ്. അത് ആ ഓർഡറിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ടാൻ എക്സിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാം? കോട്ടെക്സ് പ്ലേസ് ചെയ്യാം. ഇനി നിങ്ങളൊരു ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒരു ഇമാജിനറി ലൈൻ, നിങ്ങളൊരു ലൈൻ എടുക്കുക. നിങ്ങൾ എഴുതണ്ട. ഇതിന്റെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യാറിയോ? കോനോട് തുടങ്ങുന്ന മൊത്തം എഴുതി വെക്കാം. ഇവിടെ കോസെക്സ് ഉണ്ട്, ഇവിടെ കോട്ടെക്സ് ഉണ്ട്. ഇനി ഒരു കോയും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് കൊസീകെക്സ് എന്നാണ് പറയാം. കൊസീകെക്സ്. ദിസ് ഇസ് വാട്ട് വി ആർ കോളിംഗ് കൊസീകെക്സ്. കൊസീകെക്സ്. അപ്പം എല്ലാ കോയും കോസ്, കോട്ട് ആൻഡ് കൊസീക്, കോസ്, കോട്ട് ആൻഡ് കൊസീക്. ഇതിന്റെ ടാബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. കോസ്, കോട്ട്, കൊസീക് കംപ്ലീറ്റ്ലി യു ഹാവ് ടു കീപ് റൈറ്റ് സൈഡ്. കോസ്, കോട്ട്, കൊസീക്. ഇനി ഒരാൾ ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള ആളെ എവിടെ പ്ലേസ് ചെയ്യണം? ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഒരു പ്ലേസിംഗ് ആണ് ഓർക്കേണ്ടത്. ഈ പ്ലേസിംഗ് കറക്റ്റ് ആയിട്ട് ഓർക്കണം. അപ്പൊ എങ്ങനെ ഓർക്കാമെന്ന് ഞാൻ പറഞ്ഞു. ടാൻ എന്താന്ന് എഴുതാം, എന്നിട്ട് ഓപ്പോസിറ്റ് ടാൻ കോട്ട് എഴുതാം. ഈ പ്ലേസിംഗ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം റിസൾട്ട് 1 by 1 ആയിട്ട് വരാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചോ? ഈ ആരോ മാർക്ക് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ, ദാറ്റ്സ് ഓൾ ആർ റിസൾട്ട്സ്. ഈ ആരോ മാർക്ക് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ, ഇത് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ, ഇതും എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ, അതൊക്കെ റിസൾട്ട് ആണ്. ഓരോ റിസൾട്ടും ഞാൻ പറയാൻ പോവാണ്. എല്ലാവരും ആദ്യം ഈ ഡയഗ്രാം വരയ്ക്കുക. നിങ്ങളെ കളർ ഉണ്ടെങ്കിൽ കളർ പെൻ ഉപയോഗിച്ചിട്ട് വരക്കാൻ ശ്രമിക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. ഇഫ് എനി നോൺ മലയാളി സ്റ്റുഡൻസ് ആർ ദർ, ലെറ്റ് മീ നോ. സോ അക്കോർഡിംഗ്ലി വിൽ മേക്ക് ഇറ്റ്. എല്ലാവർക്കും പ്രീ ബോർഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. സാമ്പിൾ പേപ്പേഴ്സിന്റെ മോഡലൊക്കെ ഞാൻ അയച്ചു തരുന്നുണ്ട്. പ്ലേസിംഗ് മറക്കരുത്. സൈൻ, കോസ്, കോട്ട്, കൊസീക്ക്, സീക്ക്, ടാൻ. സൈൻ, കോസ്, കോട്ട്, കൊസീക്ക്, സീക്ക്, കോട്ട്, ടാൻ. ഇനി ഈ വരച്ച ആരോ ഹെഡ്സ് ഒക്കെ റിസൾട്ട് ആണ്. ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കാം. ഈ ആരോ ഹെഡ്സ് ഫസ്റ്റ് ഇങ്ങോട്ടാട്ടത്. അതിന്റെ അർത്ഥം ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഇവർ നോക്കിക്കോ, കോട്ടെക്സിന്റെ ആരോ പോണ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. കോട്ടെക്സ് എന്ന് പറഞ്ഞ കോസെക്സ് ബൈ സൈനെക്സ് ആണ്. ഞാൻ ഇനീഷ്യലി പറഞ്ഞിരുന്നു ടാൻ എക്സ് എന്ന് പറയുന്നത് സൈനെക്സ് ബൈ കോസെക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് കോസെക്സ് ബൈ സൈനെക്സ് ആണ്. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈനെക്സ് ബൈ കോസെക്സ് ആണ്. കോട്ടെക്സ് മീൻസ് കോസെക്സ് ബൈ സൈനെക്സ് ആണ്. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പഠിക്കാത്തൊരു റിസൾട്ട് ഉണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. വീണ്ടും tan x in the arrow, it's not only this side, is moving towards this side as well. What we can say, tan x means sin x by cos x. Not only that one, tan x means sec x by cosec x. Tan x, you got two results. One, what you learned already, tan x equal to sin x by cos x. Tan x equal to what? Sec x by cosec x. രണ്ട് റിസൾട്ട് കിട്ടി. സെയിം വേ നിങ്ങൾക്ക് എഴുതാം കോട്ടെക്സ് എന്ന് പറയുന്നത് cos x by sin x ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ് ബൈ സീക് എക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ് ബൈ സീക് എക്സ്. 4 റിസൾട്ട് നിങ്ങൾ ഇവിടെ പഠിച്ചു. കഴിഞ്ഞിട്ടില്ല, എല്ലാ റിസൾട്ടും നമ്മൾ ഇവിടെ അടിക്കും. ഇതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 റിസൾട്ട് കിട്ടി, ഈ 2 കിട്ടി. അതായത് ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അതിന്റെ കൂടെ 2 റിസൾട്ടും കൂടിയും കിട്ടി. ടാൻ എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് ബൈ കൊസീക് എക്സ് ആണ്.
കോട്ട് എക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ് ബൈ സീക് എക്സ് ആണ്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത് നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നത്. ക്രോസ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു, ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ മിഡിൽ ഞാൻ ഒരാളെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് 1. ഇതിന്റെ മിഡിൽ ഞാൻ ഒരാളെ വെച്ചു 1. ഇനി നോക്കിക്കോ എന്താന്നുള്ളത്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇവിടെ റെസിപ്രോക്കലിന്റെ കാര്യം പറഞ്ഞിരുന്നു. ടാന്റെ റെസിപ്രോക്കൽ ആരാ, കോട്ടിന്റെ റെസിപ്രോക്കൽ ആരാ, കൊസീക്കിന്റെ റെസിപ്രോക്കൽ ആരാ, സീക്കിന്റെ റെസിപ്രോക്കൽ ആരാ. സോ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ് നെക്സ്റ്റ്. സി, സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, കൊസീക്കിന്റെ റെസിപ്രോക്കൽ ആണ് സൈന്. ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ ഇസ് വാട്ട് കൊസീക്ക്, കൊസീക്കിന്റെ റെസിപ്രോക്കൽ ആണ് സൈന്. സൈനും കൊസീക്കും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എ നമ്പർ when you are multiplying its reciprocal, you'll get how much? 1. So reciprocal we got. That's what I told you. Sin x, cosecant reciprocal ആണ് sin x, sin x ന്റെ reciprocal ആണ് cosec x, cosec x into sin x how much? 1. അതാണ് ഈ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റെസിപ്രോക്കൽ റേഷ്യോസ് എന്നാണ് പറയാം. സോ sin x ന്റെ reciprocal cosec x, cosec x ന്റെ reciprocal sin x, സൈനും കൊസീക്കും മൾട്ടിപ്ലൈ ചെയ്താൽ you will get what? 1. അടുത്ത കേസ് cos x ന്റെ reciprocal what? sec x, cos x ന്റെ reciprocal what? sec x, sec x ന്റെ reciprocal what? cos x, cos ഉം sec ഉം മൾട്ടിപ്ലൈ ചെയ്താൽ what you'll get? 1. Didn't finish. One more is there. tan x ന്റെ reciprocal cot x, cot x ന്റെ reciprocal tan x, tan ഉം cot ഉം മൾട്ടിപ്ലൈ ചെയ്താൽ you will get what? 1. നോക്കൂ ഞാൻ എന്തൊക്കെ കൂടെ പറഞ്ഞു, ഇത് കംപ്ലീറ്റ് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു, ഇതും പറഞ്ഞു. സി, ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറയാൻ പോവാണ്. അപ്പം ടെക്നിക്ക് ഓർത്ത് വെക്കാം, പിന്നെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ അയക്കും. സോ ഇങ്ങനൊക്കെ സംഭവം ഇതാണ് റെസിപ്രോക്കൽ വരുന്നത്. ഇങ്ങനത്തെ കുറെ ആർഒഎഡ്സ് കൊടുക്കുന്നതാണ് ടാന്റെയും കോട്ടിന്റെ ഒക്കെ റിസൾട്ട് വരുന്നത്. ഐ ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദിസ് വൺ. ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇതാണ് റെസിപ്രോക്കൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി ഐഡന്റിറ്റി ഉണ്ട് അല്ലെ, നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, അത് അടുത്ത പറയുന്നത്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല, ഇതൊക്കെ റിസൾട്ടുകളാണ്. ഇനി അടുത്ത പറയാൻ പോണ ഐഡന്റിറ്റിയാണ്. നോക്കിക്കോട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു, ശരിക്കും ശ്രദ്ധിച്ചു. ഇവിടെ നോക്കോ, ഇവിടെ കുറെ ട്രയാങ്കിൾ കാണാം അല്ലെ. ഇവിടെ തുടങ്ങാം, ഇവിടെക്കാട് വിടുക, ഇവിടെ അവസാനിപ്പിക്കുക. ആൾട്ടർനേറ്റീവ് ട്രയാങ്കിൾ മാത്രം എടുക്കുക. അപ്പർ ട്രയാങ്കിൾ എടുത്തു, രണ്ടും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഞാൻ പറയാം. ആൾട്ടർനേറ്റീവ് ട്രയാങ്കിൾ ഫസ്റ്റത്തെ എടുത്തു, സെക്കൻഡ് എടുക്കരുത്, തേർഡ് എടുത്തു, ഇനി ഇതെടുത്തു. ഈ ട്രയാങ്കിൾ എടുക്കാം. അടുത്ത റിസൾട്ട് നോക്കിക്കോ, നിങ്ങളെ നോട്ട്ബുക്കിൽ റിസൾട്ട് ഉണ്ടാവും, നോക്കിക്കോ. ഐ ഹോപ്പ് എവരിവൺ റെഡി. സോ ലിസൺ, സൈൻ സ്ക്വയർ, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ലെ ആദ്യത്തെ ഐഡന്റിറ്റി. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, the first identity. Reverse also no problem. The first identity, സയൻസ് കേട്ടോ, ഈ ജോയിൻ ചെയ്യുന്നതൊക്കെ പേടിപ്പിക്കൽ കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊക്കെ നേരത്തെ ജോയിൻ ചെയ്തൂടെ. സി, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇത് തുടങ്ങുന്നത് ഇവിടുന്നാണ്, 1 എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. എടാ ഇവിടുന്ന് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. മേ ബി റീഅറേഞ്ച്ഡ് വേർഷൻ ഉണ്ടാവും, അത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നമുക്ക് ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യണ്ടേ. സോ ശ്രദ്ധിക്കാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഒരു 1 ഉണ്ട്. ഇനി ഇത് തുടങ്ങുന്നത് 1 എന്നാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. കറക്റ്റ് അല്ലേ നോക്കിക്കോ. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. കറക്റ്റ് അല്ലേ നോക്കിക്കോ. ഈ കോട്ടിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു വാട്ട്? കൊസീക് സ്ക്വയർ എക്സ്. കറക്റ്റ് ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ ബുക്കിൽ പഠിക്കുന്നത്. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്താണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ അവർ എഴുതി വെച്ചത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ എഗൈൻ റിപ്പീറ്റ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഇനി അടുത്ത് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്.
tan square x plus 1 equal to sec square x, tan square x plus 1 equal to sec square x. ഡയഗ്രം വരച്ചു വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇവിടെ ഇവിടെ tan square x plus 1. ഇതിന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? tan square x plus 1 equal to sec square x. ഇതാണ് ഇവിടെ ഇനിയും ഉണ്ടാക്കാം, റിവേഴ്സ് ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, എനിവേ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ, ഹൗ വി പ്രൊസീഡഡ്. ഇനി നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. 3 ലെവലാക്കി ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ലെവലിൽ നമ്മൾ പറയും. അതുകൊണ്ട് എല്ലാവരും റെഡിയായി നിന്നോളൂ. എഴുതി വെക്കാം, തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഇനി ഒരു ട്രിഗണോമെട്രി പ്രോബ്ലം നിന്നാൽ എങ്ങനെ ചെയ്യും അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ ട്രിഗണോമെട്രി ചെയ്തു തുടങ്ങുമ്പോൾ ഈ ഒരു ഡയഗ്രങ്ങൾ വരച്ച് പഠിക്കുക, അതേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. നിങ്ങൾ 90% ക്വസ്റ്റ്യനും സൈനിലും കോസിലേക്കും കൺവേർട്ട് ചെയ്താൽ നിങ്ങൾ ആൻസർ റെഡി ആവും. 90% ക്വസ്റ്റ്യൻ യു ഹവ് ടു ഡു 3 ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്, എഴുതി വെച്ചോ. അത് നോട്ട് ഇൻ ദ ഓർഡർ, സിറ്റുവേഷൻ നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാം. 3 ടെക്നിക്ക്. ഒന്നാമത്തെ ടെക്നിക്ക് സൈനിലും കോസിലേക്കും കൺവേർട്ട് ചെയ്യാം. ഒന്നാമത്തെ ടെക്നിക്ക് സൈനിലും കോസിലേക്കും കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തെ ടെക്നിക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം. വാട്ട് യു മീൻ ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി? അതായത് നിങ്ങളെ മുന്നിൽ എ ബൈ ബി പ്ലസ് സി, 2 ഫ്രാക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടാവും, അതുണ്ടെങ്കിൽ ചെയ്യാം. മൂന്നാമത്തെ ടെക്നിക്ക് കോമൺ ടേം ഉണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഏതെങ്കിലും കോമൺ ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? പുറത്തോട്ട് എടുക്കുക. ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന് കോമൺ ടേം ഉണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കുക. രണ്ടാമത്തത് പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് വാട്ട്? സൈൻ ആൻഡ് കോസ്. സൈൻ ആൻഡ് കോസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓർഡറിലല്ല, ഇത് ഏത് ഓർഡറിലും ആവാം. ഒന്ന് കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് വാട്ട്? സൈൻ ആൻഡ് കോസ്. രണ്ടാമത്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം. കോമൺ ടേം പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമ്മൾ തുടങ്ങാൻ പോവാണ് പ്രോബ്ലംസ്. ഈ 3 കാര്യങ്ങൾ മറന്നു പോരുത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷന്, കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്, പിന്നെ കോമൺ ടേം ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കുക. ഇതൊന്നും ഓർഡറിലല്ല, ഇത് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഓർഡർ. അപ്പൊ ഇനീഷ്യലി എങ്ങനെ സൈനിലേക്കും കോസിലേക്കും കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കുക. കൊസീക് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ അതിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്തു 1/sin x. ഇനി ക്വസ്റ്റ്യനിൽ സീക്ക് എക്സ് ആണ് വരുന്നതെങ്കിൽ അതിന് കോസിലേക്ക് കൺവേർട്ട് ചെയ്തു 1/cos x. ഒക്കെ സൈനും കോസിലേക്കും. ഇനി ടാൻ എക്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ sin x by cos x എന്ന് വിളിക്കും. ഇനി cos x ആണ് cot x ആണ് വരുന്നതെങ്കിൽ അതിനെ cos x by sin x എന്ന് വിളിക്കും. ഇനി ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊരു ഐഡന്റിറ്റി cos square x plus sin square x equal to 1. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ cos square x എന്ന് പറയുന്നത് 1 minus sin square x ആണ്. sin square x എന്ന് പറയുന്നത് 1 minus cos square x ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും 90% ക്വസ്റ്റ്യൻ യു ക്യാൻ ഡു. അത് ഗ്യാരണ്ടീഡ് ആണ്, അതിൽ ഒരു തർക്കമില്ല. ഈവൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പോലും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ പ്രോബ്ലം തുടങ്ങാൻ പോവാണ്. എല്ലാവരും റെഡി ആവുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ്സുകളും, കാരണം ഇതിലൊക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ ഞാൻ എന്നോട് ആരൊക്കെ പേഴ്സണലി ചോദിച്ചിരുന്നു, ആ വർക്ക്ഷീറ്റ് അയച്ചു തരുമോ, ഈ വർക്ക്ഷീറ്റ് അയച്ചു തരുമോ എന്നുള്ളതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരണം എല്ലാത്തിൻ്റെ ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ നമ്മൾ ഓരോന്നും ആസ് പെർ ദ റിക്വയർമെന്റ് വെച്ചിട്ടാണ് തരിക. അപ്പൊ മാക്സിമം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലേക്ക് ഇടാൻ പോവാണ്. Prove that cot A minus cos A, cot A minus cos A
by cot A plus cos A equal to cosec A minus 1 by cosec A minus 1 by cosec A plus 1. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ്. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്നും മറക്കരുത്. 10% സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്, അതിന് നമുക്ക് വേറെ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം എങ്ങനെ ചെയ്യും. ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഒരുപാട് എടുത്ത് വാരി വലിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഐ ഹോപ്പ് എവരി വൺ റോട്ട് ദ ക്വസ്റ്റ്യൻ. ആദ്യത്തെ പ്രൊസീജിയർ LHS റീറൈറ്റ് ചെയ്യാം. LHS റീറൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ആർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തോന്നും വലിയ എന്തോ സംഭവം, ഒരു സംഭവമില്ല. cot A മൈനസ് cos A ഡിവൈഡഡ് ബൈ, ഞാൻ സിമിലർ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും ചെയ്യാനായി, ഈക്വൽ ടു, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി ഇല്ല, ഇവിടെ 2 ഫ്രാക്ഷൻ ഇല്ല, ഒരു ഫ്രാക്ഷനേ ഉള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ. അപ്പൊ ഇതിനെ കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? cos A ബൈ സൈൻ A. നോക്കിക്കോ, പെട്ടെന്ന് ആൻസർ കിട്ടും. cos A ബൈ സൈൻ A കോട്ട് A. പിന്നെ ഈ cos A ഒന്നും ചെയ്യാനില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. cos A ബൈ സൈൻ A പ്ലസ് 1 പ്ലസ് cos A. ഞാൻ ഇവിടെ ചെയ്തത് ആകെ ശ്രദ്ധിക്കണം. ഇവിടെ ഇനീഷ്യലി cot A and cot A, this cot A only I changed. Cot A what I wrote, cos A by sin A. That only what I did. Apart from that, anything. So I told you convert in terms of sin and cos. Cross multiplication possibility ഉണ്ടെങ്കിൽ ചെയ്യല്ലെങ്കിൽ വേണ്ട. കോമൺ ടേം പുറത്തേക്ക് എടുക്കാണ്ടോ നോക്കാം. യെസ്, കോമൺ ടേം ഉണ്ട്. ഇവിടെ cos A ഉണ്ട്, ഇവിടെയും cos A ഉണ്ട്. അപ്പൊ ന്യൂമറേറ്റർ ഞാൻ cos A പുറത്തേക്ക് എടുത്തു. ബാക്കി ഉണ്ടാവാം ഇവിടെ 1 by sin A മൈനസ് 1. ഡിനോമിനേറ്റർ ഞാൻ cos A പുറത്തേക്ക് എടുത്തു. 1 by sin A പ്ലസ് 1 എന്ന് വരും. കോസും കോസും ക്യാൻസൽ ചെയ്ത് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ആയി. എന്താണ് 1 by sin? ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. 1 by sin എന്ന് പറയുന്നത് എന്താണ്? കൊസീക് ആണ്. 1 by sin എന്ന് പറയുന്നത് എന്താണ്? കൊസീക് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ആൻസർ ആയി 1 by sin എന്ന് പറയുന്നത് കൊസീക് ആണ്. അപ്പൊ കൊസീക് A മൈനസ് 1 by കൊസീക് A പ്ലസ് 1. ദാറ്റ് ഇസ് വാട്ട് യുവർ RHS. നിങ്ങളെ പ്രൂഫായി. ഇത്ര പണിയുള്ളൂ. അതിനാണ് നിങ്ങൾ വലിയ വിഷയമാക്കണേ. ഈ 1 by sin എന്ന് പറഞ്ഞ കൊസീക്കയാണ്, ഇതും കൊസീക്കയാണ്. പിന്നെ കൊസീക്കും പോയി ക്യാൻസൽ ചെയ്തിട്ടോ, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലട്ടോ. ശ്രദ്ധിക്കണം, കോമൺ ടേം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ദിസ് ഇസ് ആൻസർ ഇസ് ഈക്വൽ ടു RHS. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സിമിലർ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ എപ്പോൾ ട്രിഗണോമെട്രി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഇത് ഇനീഷ്യലായിട്ട് അവിടെ എഴുതി വെക്കാം. നിങ്ങൾ എവിടുന്നാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നിൽ എഴുതി ഒട്ടിച്ച് വെച്ചോ. ഗ്യാരണ്ടീഡ് ആണ്, ഒരുവിധം ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ സേഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തരാൻ പറ്റുമോ, ഞങ്ങൾ ചെയ്യട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ തരും. ഇത്ര എഴുതി വെക്ക്, എന്നിട്ട് പറഞ്ഞുതരാം. Okay, next question you write. Sorry. ഇവിടെ നിങ്ങളെ പോലെ തന്നെ ഇവിടെ കുറെ കുട്ടികൾ നൈറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നുണ്ട് എന്റെ സ്ഥലത്ത്. ഇവിടെ കുട്ടികൾ നൈറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് പഠിക്കണം. എല്ലാവരും ഇരുന്ന് പഠിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും കൂടി ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് tan A minus sin A divided by tan A plus sin A equal to, എന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇതിന്റെ പ്രൂവ് ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതിയിട്ടില്ല. പ്രൂവ് ദാറ്റ് എന്ന് എഴുതി എന്താന്ന് നിങ്ങൾ ചെയ്തിട്ട് പറയണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ സെയിം ടെക്നിക് ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് tan A എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് ആൻസറാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് പറയാം. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ ക്വസ്റ്റ്യൻ. LHS റീറൈറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഐ ഡിഡ് റൈറ്റ് കംപ്ലീറ്റ്ലി. യു പീപ്പിൾ ട്രൈ.
ഓക്കെ, ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. തീറ്റല്ലടാ അവിടെ ഏതാണ് ഉപയോഗിച്ചത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരും. ഓക്കെ, കുറെ പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ വരും CK-1/CK+1 ആണ്. എല്ലാവരും LHS എടുത്ത് എഴുതിയിട്ട് ഒരുപാട് പേര് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഒന്ന് LHS എടുത്ത് എഴുതാം. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നാണ് പറയാം. സ്റ്റാൻ എ എന്ന് പറഞ്ഞ സൈൻ എ ബൈ കോസ് എ ആണ്. മൈനസ് സൈൻ എ ബൈ സൈൻ എ ബൈ കോസ് എ പ്ലസ് സൈൻ എ. ന്യൂമറേറ്റർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സൈന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സൈന് പുറത്തേക്ക് എടുക്കാം. പലരും സ്വന്തം പേരിലല്ല വരുന്നത്. സ്വന്തം പേരിൽ പോലും കോൺഫിഡന്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ നെയിം ഇസ് അവർ പ്രൈഡ്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. നമ്മളായിട്ട് അറിയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. 1/cos A മീൻസ് CK ആണ്. -1/CK+1. ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 2 മാർക്കിന് മുമ്പത്തെ എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. Prove that cos A by 1 plus sin A, cos A by 1 plus sin A. Prove that. ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരും. അത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. പ്ലസ് 1 plus sin A by cos A equal to 2CK. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിച്ചോ. ഈസി ആണോ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഒരു പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് പേപ്പറാണ് എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് CBSE ഹാവിങ് 5 റീജിയൻ ഉണ്ട്. ഈ 5 റീജിയനിൽ ഏതൊക്കെ റീജിയനിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യന് പിന്നെ എവിടെയാണെങ്കിലും ഇന്നതൊന്നുമില്ല. ചിലത് ഈസി ആവും, ചിലത് ഡിഫിക്കൽട്ട് ആവും. ഓക്കെ, ഈ ക്വസ്റ്റ്യന് LHS റീറൈറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ഇത് ഓൾറെഡി സൈനും കോസിനും ഉള്ളത്. അപ്പൊ അത് നടക്കൂല. കോമൺ ടേം എടുക്കാനും പറ്റൂല. പിന്നെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇത് 3 നടക്കാത്ത സംഭവമുണ്ട്. നിങ്ങൾക്ക് സൈൻ കോസിനും കൺവേർട്ട് ചെയ്യാനും പറ്റൂല, അതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും പറ്റൂല, അതേപോലെ കോമൺ എടുക്കാനും പറ്റാത്ത അത്തരം ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഞാൻ 90% ക്വസ്റ്റ്യൻ മാനേജ് 10%ലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുക കോമൺ ടേം ഇസ് നോട്ട് പോസിബിൾ. ഓൾറെഡി ഇൻ ടേംസ് ഓഫ് സൈൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പോസിബിൾ. ശ്രദ്ധിച്ചോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെൻ യു ആർ ഡൂയിങ് cos A into cos A, cos square A എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, ഈസിയാണ്. ഇതിന്റെ ഇതും cos square A, പിന്നെ this into this 1 plus sin A whole square, cos A into cos A, cos square A, 1 plus sin A into 1 plus sin A, 1 plus sin A whole square divided by 1 plus sin A into cos A. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഡിനോമിനേറ്റർ ടച്ച് ചെയ്യാനേ പോരുത്. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ കുറിച്ച് ബോദർ ചെയ്യരുത്. ലെറ്റ് ഇറ്റ് ബി ദർ ലൈക്ക് ദാറ്റ്. വി ഹാവ് ടു സോൾവ് ദ ന്യൂമറേറ്റർ. ഹൗ വിൽ സോൾവ്? cos square A. അടുത്ത മിസ്റ്റേക്ക് പലരും വരുത്തുന്നതാണ്. 1 plus sin A whole square ആണ്. A plus B whole square ചെയ്യണം. A square plus 2AB plus B square A. ഇതൊക്കെ സ്കൂളുകൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡിനോമിനേറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യണ്ട. മൂപ്പരവിടെ കിടക്കട്ടെ. വി ക്യാൻ ഡു സംതിങ്. ഇനി ഇവിടുത്തെ ഒരു ബെൽറ്റ് കൊടുക്കാൻ പോവാണ്. cos square A plus sin square A. It is one of the most important identity. 1 cos square A plus sin square A is what? 1. ആ 1 ഏത് 1? cos square A plus sin square A equal to what? 1. And here 1 square is there, that 1. പിന്നെ ഒരു plus 2 sin A. I already told you denominator don't do anything. Denominator let it be there like that only. ഇനി after that another mistake. ഇതൊക്കെ ഞാൻ എന്റെ ഇതിന്ന് കാണുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത മിസ്റ്റേക്ക്. എന്താ മിസ്റ്റേക്ക് അറിയാം? അടുത്ത് ഒരു അഡീഷൻ ഇവിടെ 1 plus 1 plus 2 4 എന്ന് എഴുതാൻ പാടില്ല.
ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആഡ് ചെയ്യാൻ ഇത് മാത്രമേ പറ്റുള്ളൂ, ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ എങ്ങനെ എഴുതാം? 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 2 സൈൻ എന്ന് വരും. 1 + 1 2 ആണ്. 2 + 2 സൈൻ ഡിവൈഡഡ് ബൈ 1 + സൈൻ. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരും. ഇനി ന്യൂമറേറ്റർ നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? 2നെ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 1 + sin a by 1 + sin a into what? cos a. 1 + sin a by 1 + sin a by cos a. ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്യാം. 1 + sin ഉം 1 + sin ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 × 1/cos. 2 × 1/cos. 2 × 1/cos എന്ന് പറഞ്ഞത് CK ആണ്. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കളർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡോട്ട് ഫീൽ ഷൈ ടു ആസ്ക്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അതിൽ ഒരിക്കലും മടി വിചാരിക്കരുത്. ഓക്കെ, സോ ഇവിടെ 2 വന്നു, പിന്നെ 1/cos വന്നു. അപ്പൊ 1/cos എന്ന് പറഞ്ഞാൽ എന്താ? സീക്കാണ്. അപ്പൊ ഇവിടെ 2CK എന്ന് വരും. ഇതിൽ ഗ്രീൻ കളർ ഞാൻ ചെയ്തത് ഇത് സിംപ്ലിഫൈ ചെയ്തെന്നുള്ളൂ, വേറൊന്നുമില്ല. സിംപ്ലിഫൈ ചെയ്തു. 1 + 1 എത്ര? 2. ആ 2, പിന്നെ ഇത് 2 സൈന്, ആ 2 സൈന്, പിന്നെ ഡിനോമിനേറ്റർ അതേപോലെ എഴുതി. ആഫ്റ്റർ ദാറ്റ് ഇവിടെ 2 കോമൺ ആണ്. ഇവിടെയും 2 കോമൺ ആണ്. സോ വാട്ട് ഐ റോട്ട്? 2 × 1 + സൈൻ എഴുതി. ഇവിടെ 2 കോമൺ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ സൈൻ ഉണ്ടാവും. 2 × 1 + സൈൻ. 1 + സൈനയും 1 + സൈനയും ക്യാൻസൽ ചെയ്തു. പിന്നെ 2 ഉണ്ടാവും. 1/cos. 1/cos in the beginning I told you 1/cos is what? CK. This is what RHS. ഇനി ഈ ഗ്രീൻ ആണെങ്കിൽ a + b ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണ്. ചെക്ക് ചെയ്യാം. സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ തരും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെറുതെ എന്തെങ്കിലും എഴുതി പോവല്ല വേണ്ടത്. എല്ലാം അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. ഓരോ ക്ലാസ്സുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ഉണ്ടാക്കല്ല, എല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് ഓരോ വർക്ക്ഷീറ്റും ഓരോ പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഇവിടെ ഒരു കേസ് സ്റ്റഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഇത് സെന്ററിന്റെ പേര് നോക്കണ്ട. ഇവിടെ ഈ കേസ് സ്റ്റഡിയില് ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം, ഒരു വർഷമല്ല, കഴിഞ്ഞ വർഷം ഏത് റീജിയൻ ആണെന്നുള്ളത് ഇനി ഞാൻ എനിക്ക് ഇപ്പൊ ഓർമ്മല്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പൈ ചാർട്ടാണ്. പൈ ചാർട്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. ഈ 8ാം ക്ലാസ്സിലെ ടോപ്പിക്ക് വെച്ചിട്ട് ഇതിന്ന് കേസ് സ്റ്റഡി ചോദിച്ചു കഴിഞ്ഞ വർഷത്തെ ഒരു പേപ്പറിൽ. അപ്പൊ ആദ്യം പൈ ചാർട്ട് എന്താന്ന് അറിയണം. ഞാൻ 10ാം ക്ലാസ്സിലല്ലേ പൈ ചാർട്ട് 8ാം ക്ലാസ് പഠിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ബോർഡ് എക്സാമിൽ ഒരു റീജിയൻ ചോദിച്ചത്. ഏത് റീജിയൻ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ വന്നത് കേരളയാണോ? ഡൗട്ട് ഇല്ലാതില്ല. സോ ബി കെയർഫുൾ. ഏതായാലും പിന്നെ മിഡിൽ ഈസ്റ്റ് അല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഖത്തറിൽ നിന്നാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ബോർഡിൽ ചോദിച്ചതാണ്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ബോർഡ് ചോദിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങൾ ജന്മത്തിൽ കാണാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും പലപ്പോഴും. ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. സി എ ബോൾ ഇസ് ത്രോൺ ഓൺ ദി എയർ സോ ദാറ്റ് t seconds and it's thrown. ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് അതിനാണ് കേസ് സ്റ്റഡി ചോദിച്ചത്. ഇതും കഴിഞ്ഞ വർഷത്തെ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇനി ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ പിന്നെ മറ്റേ എന്താ പറയാ ഹണി കോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും ശ്രദ്ധിക്കുക. എല്ലാ വർഷവും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേറെ കാര്യമായിട്ട് പറഞ്ഞില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കേരള റീജിയനിൽ ചോദിച്ചത്. കേരള റീജിയൻ ഇവിടെ എല്ലാ റീജിയനും ഉണ്ട് ആൾക്കാരും തോന്നുന്നു. പിന്നെ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ച പ്രൈമറി കളേഴ്സ് മിക്സിംഗ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം, അപ്പം തന്നെ നടക്കുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ഹൗ വി ഗോട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരുവാണ്, നിങ്ങൾ ട്രൈ ചെയ്യാം. Prove that. I hope everyone finished. Still anybody writing? Let me know. Prove that sin a by 1 plus cos a. Prove that sin a by 1 plus cos a, sin a by 1 plus cos a
sin a by 1 plus cos a plus 1 plus cos a by sin a ഈക്വൽ ടു എന്താന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്തിട്ട് പറഞ്ഞോളൂ. sin a by 1 plus cos a plus 1 plus cos a by sin a. All of you try. തുടക്കത്തിൽ ജോയിൻ ചെയ്യാത്തവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് ബേസിക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈക്വൽ ടു എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യു പീപ്പിൾ ഹാവ് ടു പ്രൂവ് ആൻഡ് ലെറ്റ് മീ നോ. സെയിം പ്രൊസീജിയർ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. Denominator let it be there like that only. Numerator you have to simplify. Yeah, 3 പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. 4 പേര് പറഞ്ഞു. 2 cosec ആണ് ആൻസർ വരിക. മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് ഓർ നോട്ട്. ഈ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടർ ബെഞ്ച്മാർക്ക് ആണ്. ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ മലപ്പുറം തിരൂരാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യാം. സ്കൂൾ ക്യാമ്പസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ളതും. ഈ 10th കഴിഞ്ഞിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു എയിം ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ അഡ്മിഷൻ. ഫോർ സയൻസ് സ്ട്രീം സ്റ്റുഡൻസ് ഐ എം സെയിങ്, സീരിയസ് ആയിട്ട് എയിം ഉണ്ടെങ്കിൽ എടുക്കാം. കാരണം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കും, ഗ്യാരണ്ടീഡ് ആണ്. അതിന്റെ പ്രീവിയസ് റെക്കോർഡ് റിസൾട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പല കുട്ടികളും ജസ്റ്റ് 11th 12th എടുത്തിട്ട് വീണ്ടും ഒരു വർഷം കോച്ചിങ്ങിന് പോകും. നിങ്ങൾ 11th 12th കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ എന്റെ സജഷൻ ആണ് കോച്ചിങ്ങിന് പോവാതിരിക്കുക. എന്തുകൊണ്ടറിയോ? ഈ ഒരു കറണ്ട് സിനാരിയോയില് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഇസ് കമ്മിങ് ഡൗൺ. അത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു വർഷം അഡീഷണൽ കോച്ചിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ ലൈഫിൽ കിട്ടേണ്ട ഇൻകം ഒരു വർഷം കുറയും, നിങ്ങളെ വയസ്സ് ഒരു വർഷം കൂടും. അത്രയും ഇൻകം കിട്ടാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും +2 ഒരു എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഒരു പിന്നെ ഒരു വർഷം നിങ്ങൾ മാറ്റി വെക്കരുത്. കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ ജോലിയിലേക്ക് കയറാൻ ശ്രമിക്കുക. കാരണം ജോലി കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. +2ന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എൻട്രൻസ് കോച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ബെഞ്ച്മാർക്ക് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി വിത്ത് നല്ല ഫുഡും പിന്നെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കൂള്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല കോച്ചിങ്, എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആണ് വരുന്നത്. സ്കൂളുമാര് ക്ലാസ് എടുത്ത് പോലെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും, അതും പിന്നെ ചില സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. ചില ചാപ്റ്റേഴ്സ് ചില ടീച്ചർ എടുക്കണം മനസ്സിലാവും, ചില ചാപ്റ്റേഴ്സ് മനസ്സിലാവും. ഇവിടെ അങ്ങനെ ഒരു വിഷയമല്ല, ഓരോ ചാപ്റ്റേഴ്സിനും എക്സ്പേർട്ട് വന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. +2 കഴിയുമ്പോൾ തന്നെ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വിചാരിച്ചു കൊടുത്ത് നിങ്ങൾ എത്തും. അതിന് ആദ്യം നിങ്ങൾ വിചാരിക്കണം, പ്ലാൻ ചെയ്യണം, പ്രോപ്പർ പ്ലാനിങ് ഒക്കെ വേണം, അതും ശ്രദ്ധിക്കുക അതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, ഇവിടെ സെയിം തിങ് LHS ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. സൈനും ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ കിട്ടും, 1 plus cos a whole square എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 plus cos a into sin a. ഇതാണ് നമ്മുടെ LHS ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. ആഫ്റ്റർ ദിസ് എക്സ്പാൻഡ് ചെയ്യണം. ഏത് എക്സ്പാൻഡ് ചെയ്യണം? ഇത് എക്സ്പാൻഡ് ചെയ്യണം. 1 plus 1 square വരിക 2 cos a plus cos square ഡിവൈഡഡ് ബൈ 1 plus cos a into sin a എന്ന് വരും. ഇനി ഇവിടുന്ന് സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ആ 1ഉം പിന്നെ ഒരു 1 സ്ക്വയർ ഒരു 1ഉം അങ്ങനെ 2 cos a എന്ന് വരും. പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ 1 plus cos a into sin a. ഇനി ന്യൂമറേറ്ററിൽ ഈ 1ഉം ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 2 plus 2 cos a divided by 1 plus cos a into sin a equal to 2 into 1 plus cos a divided by 1 plus cos a into sin a. 1 plus cos a 1 plus cos a നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെന്താ 1 by sin എന്ന് പറഞ്ഞാൽ എന്താ? 2 cosec ആണ്. സോ ദിസ് ഇസ് വാട്ട് അവർ RHS. സോ നിങ്ങൾ ഈ ഒരു ടൈപ്പ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോഴേ ആൻസർ വരുള്ളൂ. ഞാൻ വീക്കാണ്, ഞാൻ ട്രൈ ചെയ്താലേ
നിങ്ങൾക്ക് കിട്ടൂല എന്ന് തോന്നുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരാൾക്കും ഒരു റിസൾട്ട് കിട്ടൂല. ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്ലിക്കേഷൻ ട്രിഗണോമെട്രി ട്രാങ്കിൾസ് ഒക്കെ വരും. ട്രാങ്കിൾസ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തറവാക്കുക. ഇനി ഈ ട്രാങ്കിൾസ് ഒക്കെ ചെയ്യുമ്പോഴേ തിയറം നിർബന്ധമായിട്ട് പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പഠിച്ചുകൊണ്ട്. പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല തിയറം ചോദിക്കുന്നുണ്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളെല്ലാം പഠിക്കും. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ ഒരു പേപ്പറിൽ എന്നോട് ചോദിക്കരുത് ഏത് പേപ്പറാണെന്നുള്ളത്, എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ എല്ലാ പേപ്പറും എടുത്ത്, ഞാൻ കഴിഞ്ഞ 2-3 വർഷത്തെ പേപ്പർ എടുത്ത്, ഇത് പലർക്കും ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ടീച്ചേഴ്സിൽ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ഡയഗ്രം ഉണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കണ്ട ഡയഗ്രം, നിങ്ങൾ കണ്ട ഡയഗ്രം അല്ല. ഈ ഡയഗ്രത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉള്ളിൽ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് പാരലലോഗ്രാണ് ഉള്ളിൽ കിടക്കുന്നത്. പാരലലോഗ്രം നിങ്ങൾ ഇതേപോലത്തെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ജോയിനിങ് പാരലോഗ്രം വെച്ചിട്ടല്ല ജോയിൻ ചെയ്ത്. അത് നിങ്ങൾ ക്ലാസ് പഠിച്ച സംഭവം ഇങ്ങനെ ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് ജോയിൻ ചെയ്തതേ എങ്ങനെ അറിയോ? ഇവിടെ ഒരു പാരലൽ, ഇവിടെ ഒരു പാരലൽ, ഇവിടെ ട്രയാങ്കിൾ ആണ് വരുന്നത്. ഇതിൽ ട്രയാങ്കിൾ അല്ല വരുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഏതോ ഒരു റീജിയനിൽ ചോദിച്ചാൽ കിട്ടിയവരെ കട്ടപ്പുക അത്രേ പറയുള്ളൂ. കാരണം ഇത് കുറച്ച് ചിന്തിക്കേണ്ട സംഭവമാണ്. ഇതില് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തേക്കാളും കൂടുതൽ ഇതാവും. പിന്നെ ട്രിഗണോമെട്രിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഏതോ ഒരു പേപ്പറിൽ ചോദിച്ചു. സൈനും കോസിലും കൺവേർട്ട് ചെയ്ത സാധനം കിട്ടും. സർക്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇത് ഞാന് പിന്നെ കഴിഞ്ഞ വർഷം മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 26 റിയൽ നമ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിക്കോ. √2 - √3 ഹോൾ സ്ക്വയർ ഇസ് എൻ ഇറാഷണൽ നമ്പർ. ഇവിടെ ഖത്തറിലെ കുട്ടികളൊക്കെ പിന്നെ എഴുതിയൊരു ക്വസ്റ്റ്യൻ, പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ റിമൂവ്, അതൊന്നും റിമൂവ് അല്ല, എക്സാമിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ സെക്ഷൻ സിയും സെക്ഷൻ ഡിയും സെക്ഷൻ ബിയും മാത്രം വെച്ച് എഴുതിണ്ടാക്കിയൊരു ഇതാണ്. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് ക്വസ്റ്റ്യൻ പല കോളത്തിലും വരും. അപ്പം ട്രാങ്കിൾസ്, പിന്നെ ട്രാങ്കിൾസിൽ എല്ലാ ക്വസ്റ്റ്യനും എഴുതി പഠിച്ചോണ്ട് മിക്കവാറും അതിനൊക്കെ ക്വസ്റ്റ്യൻ വരും. പക്ഷെ എങ്കിലും ഈ കോമ്പിറ്റൻസി ബേസ്ഡ് കാര്യം പറയുന്നത് കൊണ്ട് പിന്നെ പുതിയ ക്വസ്റ്റ്യൻ ഒക്കെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cosec theta minus cot theta cosec theta minus cot theta whole square equal to. ആരൊക്കെ വന്ന് കയറുന്നുണ്ട്. കയറുന്നവരോടൊന്നും പറയല്ല, നിങ്ങൾ ഇങ്ങനെ എല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. cosec theta minus cot theta whole square equal to 1 minus cos theta by 1 plus cos theta. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് a minus b whole square ഒക്കെ കാണും. എക്സ്പാൻഡ് ചെയ്യരുത്, ചെയ്യാനേ പോരുത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യണ ഞാൻ പറഞ്ഞുതരാം. LHS എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ എന്താണ്? cosec theta minus cot theta whole square 1 minus cos theta by 1 plus cos theta. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ മറക്കണ്ട, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എഞ്ചിനീയറിംഗ് ഓർ, പിന്നെ ഒരു കാര്യം പറഞ്ഞ, ലോകത്ത് എഞ്ചിനീയറിംഗും മെഡിക്കലും മാത്രമല്ല, അവിടെ പലതിലും കയറിയവരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഞാൻ നമ്മുടെ ഫസ്റ്റ് പേജ് വീണ്ടും എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ റിസൾട്ട് ഒക്കെ കിടക്കുന്ന അവിടെയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ ഞാൻ എങ്ങനെ ഇത് എഴുതുന്നുള്ളത്. നോക്കിക്കോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ട്. cosec theta minus cot theta whole square equal to, ശരിക്കും ശ്രദ്ധിക്കാം, cosec എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യരുത്. ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒന്നിന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ മാത്രം എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യരുത്. ഇവിടെ കൊസീക്കും കോട്ടും റെസിപ്രോക്കൽ അല്ല, കൊസീക്കിന്റെ റെസിപ്രോക്കൽ സൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin θ ആണ്. കോട്ട് എന്ന് പറയുന്നത് cos θ by sin θ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ തരും. ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്, 1 minus cos θ. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സ്ക്വയർ ഇതുവരെ നമ്മളൊന്നും സ്ക്വയർ ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. 1 minus cos θ ഹോൾ സ്ക്വയർ ബൈ, ഇനി ഞാൻ സ്ക്വയറിനെ സെപ്പറേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോ, 1 minus cos θ ഹോൾ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ θ. ഇത്ര എഴുതി വെച്ചു. ഇത്രയും സ്റ്റെപ്പ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
പറഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് വിൽ എക്സ്പ്ലെയിൻ. ഇത്ര എഴുതിക്കോ, ബാക്കി ഞാൻ പറയാം. ഓരോന്നും കോപ്പി അടിക്കല്ല, ഓരോന്നും മനസ്സിലാക്കി എഴുതുക. അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൗട്ട് എന്താ ചോദിച്ചാൽ പറഞ്ഞുതരും. എന്താണ് ഡൗട്ട്? മൈക്ക് ഓണാക്കി ചോദിക്കാം, ടെക്സ്റ്റ് മെസ്സേജ് ചോദിക്കാം. ഏതൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ഇവിടെ ആദ്യം ചെയ്തത് കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്, അതും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. ലോവർ ഗ്രേഡിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ചെയ്തു, ന്യൂമിനേറ്റർ സിംപ്ലിഫൈ ചെയ്തു, സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്വയറിന് ഇതിനും കൊടുത്തു, ഇതിനും കൊടുത്തു. ഇത് ഹോൾ സ്ക്വയർ എഴുതണം. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന എന്താ? സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഇനി എന്താണ് സൈൻ സ്ക്വയർ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - കോസ് സ്ക്വയർ തീറ്റ ആണ്. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - കോസ് സ്ക്വയർ തീറ്റ ആണ്. സോ 1 - കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - കോസ് സ്ക്വയർ തീറ്റ ആണ്. ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. ആ തെറ്റിക്കൽ ഉണ്ടാവരുത്. ആ തെറ്റിക്കൽ തെറ്റിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കോ അല്ലെങ്കിൽ അര മാർക്കോ നഷ്ടപ്പെടും. സോ ബി കെയർഫുൾ. ഇതാണ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ തരും, അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വേറെയും തരും. ഇനി ആഫ്റ്റർ ദിസ് 1 - കോസ് തീറ്റ ഹോൾ സ്ക്വയർ എഴുതിയിട്ടുണ്ട്, എല്ലാവരും വിചാരിക്കും. 1 - കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോ, ഈ 1 - കോസ് തീറ്റനെ 2 വട്ടം എഴുതുക. അതാണ് സ്ക്വയറിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സാധനത്തിന് 2 വട്ടം എഴുതുന്നതിനാണ് 1 - കോസ് തീറ്റ. പിന്നെ അത് നമ്മൾ a - b ഹോൾ സ്ക്വയർ ഒക്കെ ആക്കി ഇത് 2 പ്രാവശ്യം എഴുതി. 1 - കോസ് തീറ്റ ഇൻറ്റു 1 - കോസ് തീറ്റ. ഡിനോമിനേറ്റർ കിടക്കുന്നത് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ചെയ്ത് ഒരു കുഴപ്പമില്ല. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. ന്യൂമിനേറ്റർ ഞാൻ അതേപോലെ എക്സ്പാൻഡ് ചെയ്തു, കാരണം ഇത് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ മീൻസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. സോ 1 - കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ് 1 - കോസ് തീറ്റ ഇൻറ്റു 1 - കോസ് തീറ്റ ആണ്. ഡിനോമിനേറ്റർ a പ്ലസ് ബി ഇൻറ്റു a. നിങ്ങളെ ആൻസർ ആയി. ഇതാണ് നിങ്ങളെ ആൻസർ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 - കോസ് തീറ്റ ബൈ 1 + കോസ് തീറ്റ. ദിസ് ഇസ് വാട്ട് അവർ RHS. ഇതാണ് നമ്മൾ RHS. ശരിക്കും നോക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. RHS ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദിസ് വൺ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്, നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ. പ്രൂവ് ദാറ്റ് sec theta minus tan theta whole square, sec theta minus tan theta whole square എന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നു. sec theta minus tan theta whole square ഈ സെയിം സ്ട്രാറ്റജി ഒക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് എഴുതി നോക്കൂ, ട്രൈ ചെയ്യൂ. റിസൾട്ടുകളൊക്കെ ഉണ്ട്. എന്താണ് പിന്നെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
രണ്ടുപേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ വരിക 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ആണ് വരിക. ട്രൈ ചെയ്തോളൂ. എങ്ങനെ നോക്കാം? LHSനെ റീറൈറ്റ് ചെയ്യണം. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ കോസ് തീറ്റ ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ വിഷയാക്കേണ്ട, നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എഴുതാം. എന്നിട്ട് നമുക്ക് സ്ക്വയറിനെ സെപ്പറേറ്റ് ചെയ്യാം. യെസ്, കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ് സ്ഥിതി? ഇതൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന വോയിസ് പിന്നെ മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങ് പറയൂ. ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനീഷ്യലി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പം 1 മൈനസ് സൈൻ തീറ്റ ഇത് ഹോൾ സ്ക്വയർ ആണ്. അത് രണ്ട് സെയിം അല്ല. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രാവശ്യം എഴുതാം. ഇതൊക്കെ പഠിച്ചു വെച്ചോണ്ടിട്ടോ, ക്വസ്റ്റ്യൻ വരും. ഹോൾ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ഇനി ഇവിടെ തന്നെ വേറെയും ക്വസ്റ്റ്യൻ വരും. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഇതും ക്യാൻസൽ ആയി. സോ യുവർ ആൻസർ ഇസ് 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ. ദിസ് ഇസ് വാട്ട് യുവർ RHS. I hope everyone understood it. So any issue is there, let me know. Simply don't write anything. 1 minus sin theta by 1 plus sin theta. That is what your RHS. I hope everyone understood it. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് വേറെ രീതി ചോദിക്കും. എന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഏതിക്കും അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. അപ്പൊ നിങ്ങൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. പ്രൂവ് ദാറ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൊസീക് തീറ്റ മൈനസ് 1 ബൈ കൊസീക് തീറ്റ പ്ലസ് 1. ഈ സെയിം ക്വസ്റ്റ്യൻ എഴുതിക്കും. എല്ലാ സ്റ്റെപ്പും സെയിം ആണ്. ഇത്രയും സ്റ്റെപ്പുകളും നിങ്ങൾ എഴുതിക്കും. ആൻസർ ഞാൻ അവസാനം പറയാം. ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കൊസീക് തീറ്റ മൈനസ് 1 ബൈ കൊസീക് തീറ്റ പ്ലസ് 1. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് എഴുതി. ഇത്രയും എഴുതി. ഫൈനൽ സ്റ്റെപ്പ് ഞാൻ പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമുക്ക് കിട്ടേണ്ട കൊസീക്കാണ്. ഒരു പ്രശ്നമില്ല. സൈന് നമുക്ക് വേണ്ട. എഴുതി വെച്ചോ ലാസ്റ്റ്. ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ തീറ്റ. അപ്പൊ സൈൻ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട കൊസീക്കാണ്. അപ്പൊ സൈൻ അവിടെ കിടക്കുന്നുണ്ട്. സോ വാട്ട് വി വാണ്ട് ടു ഡു, വി വാണ്ട് ടു റിമൂവ് സൈൻ. ഫോർ ദാറ്റ് ഐ എം ടെല്ലിംഗ് റൈറ്റ് ഓൺ ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ. ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇവിടെ ഇതാ. ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ തീറ്റ. ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ വാട്ട്? സൈൻ തീറ്റ. ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സൈൻ തീറ്റ. അപ്പൊ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 1നെ സൈൻ തീറ്റനോട് ഡിവൈഡ് ചെയ്തു. സൈൻ തീറ്റനെ സൈൻ തീറ്റനോട് ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്റർ ഡിവിഷൻ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റനോട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും സൈൻ തീറ്റനോട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എപ്പോഴും എന്താണോ വന്നത് അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടി കിട്ടും 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക് തീറ്റയാണ്. സൈനും സൈനും ക്യാൻസൽ ആയി 1 ആവും. ഇവിടെ എന്ത് കിട്ടും? കൊസീക് തീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. ദിസ് ഇസ് വാട്ട് യു വാണ്ട് ടു പ്രൂവ്. ഐ ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ്. ടുഡേ സെഷൻ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ്. എല്ലാം പ്രാക്ടീസ് ചെയ്യുക, അതേ പറയാനുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബാക്കി ഔട്ട്പുട്ട് ഒക്കെ വരിക. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും വരില്ല. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.